ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 3-ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാ ഭാഗങ്ങളും പ്ലേലിസ്റ്റിൽ ശ്രീമദ് മഹാഭാഗവതം പ്രഥമ സ്കന്ധം 2025 എന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിൽ സേവ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതുവരെ കഴിഞ്ഞ ഭാഗങ്ങളൊന്നും കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ഒന്ന് നോക്കിയാൽ മതി. ആ 2 ഭാഗങ്ങൾ കൂടി കേൾക്കണം. എങ്കിലേ മഹാഭാഗവതത്തിൻ്റെ ആ ഒരു തുടർച്ച നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. ഹരേ കൃഷ്ണ. നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ശൗനക മഹർഷി പറയുകയാണ്, ശ്രീസുതനോട് പറയുകയാണ്, വിഭാര്യനായ വ്യാസഭഗവാന് എങ്ങനെയാണ് പുത്രനുണ്ടായത്, ഞങ്ങൾക്കറിയുവാൻ ആഗ്രഹമുണ്ട് എന്ന് ശൗനകൻ സൂതനോട് പറയുന്നു. അപ്പോൾ സൂതൻ പറയുകയാണ്, ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഒരിക്കൽ വ്യാസൻ തൻ്റെ ആശ്രമത്തിലിരുന്ന് തീ ഉണ്ടാക്കാനായിട്ട് അരണിക്കോലുകൾ കയ്യിലെടുക്കുന്നു. ആ സമയത്ത് പെട്ടെന്നൊരു സുഗന്ധം അവിടെ പരക്കുകയാണ്. വ്യാസൻ തല ഉയർത്തി നോക്കി. അപ്പോൾ യൗവനയുക്തയും സർവാംഗ സുന്ദരിയുമായ ഒരു അപ്സരസ് ആശ്രമത്തിൻ്റെ പരിസരത്തുകൂടി നടന്ന് പോകുന്നു. ഒരു നിമിഷം മഹർഷിയുടെ കണ്ണുകൾ അവളിൽ ഉടക്കുന്നു. പെട്ടെന്ന് തന്നെ മഹർഷിക്ക് ഒരു മോഹം തോന്നുകയും ആ അപ്സരസിനോട് മോഹം തോന്നുകയും വശ്യമോഹനമായ ആ രൂപം കണ്ട് വ്യാസന് ശുക്ലം സ്രവിക്കുകയും ചെയ്തു. ആ ശുക്ലം വീണത് അരണിക്കോലുകളിലാണ്. അത് കൂട്ടാക്കാതെ വ്യാസൻ വീണ്ടും അരണിക്കോലുകൾ കടഞ്ഞു. അപ്പോൾ അഗ്നിക്ക് പകരമുണ്ടായത് ഒരു പുത്രനാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ അപ്സരസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്സരസ് ഭയന്ന അപ്സരസ് വ്യാസൻ തന്നെ ശപിക്കുമോ എന്ന് ഭയന്നിട്ട് ഒരു ശുകത്തിൻ്റെ രൂപം എടുക്കുകയും, അതായത് ഒരു തത്തയുടെ രൂപം സ്വീകരിക്കുകയും പറന്നു പോവുകയും ചെയ്തു. ഭയന്നിട്ടാണ് അപ്സരസ് പറന്നു പോയത്. ശുകം എന്നാൽ തത്ത. ശുകം മൂലം വ്യാസന് പുത്രനുണ്ടായതുകൊണ്ട് വ്യാസൻ മകന് ശുകൻ എന്ന് പേരിട്ടു. അപ്പോഴാണ് തൻ്റെ മനസ്സ് ഇത്രയും ദുർബലമായിരുന്നുവോ, ഒരു അപ്സരസ് ആ വഴി നടന്നു പോകുന്നത് കണ്ടപ്പോൾ തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചുവോ എന്ന ഒരു തോന്നൽ വ്യാസന് ഉണ്ടായത്. എന്തുകൊണ്ടാണ് തനിക്കിങ്ങനെ സംഭവിച്ചത് എന്ന ഒരു ചിന്ത വ്യാസനുണ്ടാവുകയും വ്യാസൻ അല്പനേരം ആലോചിച്ച് ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഒരു സൽപുത്രന് വേണ്ടി താൻ വളരെ കാലം പരമശിവനെ തപസ് ചെയ്തിരുന്ന കാര്യം വ്യാസൻ ഓർക്കുന്നത്. ഒരു സൽപുത്രൻ ഉണ്ടാകും എന്ന് പരമശിവൻ വ്യാസന് അനുഗ്രഹവും നൽകിയിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ വിചിത്രമായ സംഭവങ്ങളൊക്കെ നടന്നത് എന്നോർത്ത് വ്യാസൻ സമാധാനിച്ചു. ഇങ്ങനെ വ്യാസന് ശുകൻ എന്ന പുത്രൻ എങ്ങനെ ജനിച്ചു എന്നുള്ള കാര്യം സൂതൻ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ടപ്പോൾ ശൗനകൻ പറയുകയാണ്, ശുകൻ എന്ന വ്യാസപുത്രൻ മഹാവിരക്തനാണ്, ഭൗതിക കാര്യങ്ങളിലൊന്നും തന്നെ ഒരു താല്പര്യവും ഇല്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം ഇത്രയും ബൃഹത്തായ മഹാഭാഗവതം പഠിച്ചത്? ഞാൻ അദ്ദേഹത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. യുവാവും സുന്ദരനുമായ ശുകൻ ആകാശഗംഗാ തീരത്തുകൂടി പോയപ്പോൾ ആകാശഗംഗയിൽ അപ്സരസുന്ദരികൾ നഗ്നകളായി നീരാടിയിരുന്നു. അവർ അദ്ദേഹത്തെ ഗൗനിച്ചില്ല. അവർ അദ്ദേഹത്തെ ഗൗനിക്കാതെ ജലത്തിൽ കളിച്ചുകൊണ്ടിരുന്നു. ശുകൻ പോയ പുറകെ തന്നെ വ്യാസൻ അതുവഴി വന്നു. വ്യാസനെ ദൂരെ കണ്ടപ്പോൾ തന്നെ അപ്സരസുകൾ ധൃതിയിൽ തന്നെ കരയിലേക്ക് കയറുകയും തങ്ങളുടെ വസ്ത്രങ്ങളെടുത്ത് ഉടുത്ത് നാണം മറയ്ക്കുകയും ചെയ്തു.
അത് കണ്ടപ്പോൾ വ്യാസൻ വിചാരിക്കുകയാണ്, സുന്ദരനും യുവാവുമായ എൻ്റെ മകൻ ഇതുവഴി പോയപ്പോൾ നഗ്നരായ ഈ സുന്ദരികൾക്ക് നാണം മറയ്ക്കുവാൻ തോന്നിയില്ല. എന്നാൽ വൃദ്ധനും താപസനും വസ്ത്രധാരിയുമായ എന്നെ കണ്ടപ്പോൾ ഇവർ നഗ്നത മറയ്ക്കുവാൻ ബന്ധപ്പെട്ടത് എന്നിൽ നിന്നും ഒരു പക്ഷേ ലൗകിക തത്വം വിട്ടുപോകാഞ്ഞത് കൊണ്ടായിരിക്കും. ഇങ്ങനെ വ്യാസൻ ചിന്തിക്കുകയാണ്. ഇവിടെ വ്യാസനേക്കാൾ വിരക്തനായിരുന്നു ആര്? ശുകൻ. അങ്ങനെ മഹാനും വിരക്തനുമായിരുന്നു ശുകൻ എങ്കിലും തൻ്റെ അച്ഛൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് കേട്ട് മഹാഭാഗവതം പഠിക്കണം എന്നുള്ള താല്പര്യം ശുകന് ജനിക്കുകയും അദ്ദേഹം അത് പഠിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് അദ്ദേഹം ഇത് പഠിച്ചത് എന്നുള്ള കാര്യം, അതായത് ശുകൻ എന്ന വ്യാസപുത്രൻ മഹാഭാഗവതം പഠിച്ചത് എന്നുള്ള കാര്യം സൂതൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ശൗനകൻ എന്ന മഹർഷി വീണ്ടും ചോദിക്കുകയാണ്, അദ്ദേഹം അത് പരീക്ഷിത്ത് എന്ന രാജാവിന് എപ്പോഴാണ് ഉപദേശിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് പരീക്ഷിത്തിന് മഹാഭാഗവതം ഉപദേശിച്ചു കൊടുത്തത്, അങ്ങ് പറയൂ എന്ന് ശൗനകൻ വീണ്ടും ചോദിക്കുന്നു. അപ്പോൾ സൂതൻ പറയുകയാണ്, പറയാം. അതിനു മുമ്പ് പരീക്ഷത്തിനെ ഭഗവാൻ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷിച്ച കഥയും അദ്ദേഹത്തിന് വിഷ്ണുനാഥൻ എന്ന പേര് എങ്ങനെ ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാം. അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പറഞ്ഞു തരാം എന്ന് സൂതൻ ശൗനകനോടും മറ്റു മഹർഷിമാരോടും എല്ലാവരോടുമായി എവിടെ വെച്ചാണ് പറയുന്നത്? നൈമിഷാരണ്യത്തിൽ വെച്ചാണ് പറയുന്നത്. നൈമിഷാരണ്യത്തെ പറ്റിയൊക്കെ വളരെ വിശദമായി കഴിഞ്ഞ അധ്യായങ്ങളിൽ ഞാൻ പറഞ്ഞു. സൂതൻ ആരാണ്, ശൗനകൻ ആരാണ്, ഇപ്പോൾ ശുകൻ ആരാണ് എന്നുള്ള കാര്യമൊക്കെ വളരെ വിശദമായി തന്നെ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ അധ്യായങ്ങൾ കൂടി കേട്ട് കഴിഞ്ഞാൽ വളരെ വിശദമായി തന്നെ ഓരോരോ വ്യക്തികളെ പറ്റി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് മുമ്പുള്ള അധ്യായങ്ങൾ കൂടി കേൾക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ട് വീണ്ടും സൂതൻ പറയുകയാണ്, അഭിമന്യു പഞ്ചപാണ്ഡവരിൽ അർജുനൻ്റെ പുത്രനാണ്. അർജുനൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹോദരിയായ സുഭദ്രയുടെയും പുത്രനാണ് അഭിമന്യു. അഭിമന്യു മഹാഭാരത യുദ്ധത്തിൽ ചതിയിൽപ്പെട്ടാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ സമയത്ത് ഉത്തര ഗർഭിണിയായിരുന്നു. യുദ്ധത്തിൻ്റെ അവസാന ദിവസം സന്ധ്യാസമയം ഗദായുദ്ധത്തിൽ തുട തകർന്ന് മരണത്തിനോട് മല്ലടിച്ച് സ്യമന്ത പഞ്ചകത്തിൽ, ശ്രദ്ധിച്ചു മനസ്സിലാക്കണം, സ്യമന്ത പഞ്ചകം, സ്യമന്ത പഞ്ചകത്തിൽ വെറും മണ്ണിൽ കിടക്കുകയാണ് ആര്? ദുര്യോധനൻ. കൗരവ പക്ഷത്ത് ശേഷിച്ച അശ്വത്ഥാമാവും കൃപരും കൃതവർമാവും കൂടി അവിടെ ചെന്ന് ദുര്യോധനനെ കാണുന്നു. മുരണ്ടുകൊണ്ട് തിന്നാനടുത്തു വരുന്ന കുറുനരികളെ കൈ ഉയർത്തി ആട്ടി ഓടിക്കുകയാണ് ആര്? ദുര്യോധനൻ. ദുര്യോധനന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. രാജാവായിരുന്നു, വെറും തറയിൽ ഗദായുദ്ധത്തിൽ തുട തകർന്നു കിടക്കുന്നു. ദുര്യോധനനെ കടിച്ചു കീറാനായി കുറുനരികൾ വരുന്നു. ആ കുറുനരികളെ അവിടെ കിടന്നുകൊണ്ട് കൗരവ രാജാവായ ദുര്യോധനൻ ആട്ടി ഓടിക്കുന്നു. വേദന കൊണ്ട് ഞെരുങ്ങുകയും പുളയുകയും ചെയ്യുന്നുണ്ട് ദുര്യോധനൻ. ആ കാഴ്ച അശ്വത്ഥാമാവിന് സഹിച്ചില്ല. പാണ്ഡവരോടുള്ള പ്രതികാരം അശ്വത്ഥാമാവിൻ്റെ ഉള്ളിൽ ആളിക്കത്തി. കൃതവർമാവും കൃപരെയും കൂട്ടി അശ്വത്ഥാമാവ് രാത്രിയുടെ മറവിൽ പാണ്ഡവ കുടീരത്തിൽ കടന്നു കയറി. ശ്രീകൃഷ്ണൻ ആ സമയത്ത് പഞ്ചപാണ്ഡവരെയും കൂട്ടി ആ രാത്രി ഗംഗാതീരത്തേക്ക് പോയിരുന്നു. പാഞ്ചാലിയുടെ 5 പുത്രന്മാരും സഹോദരന്മാരും മറ്റനേകം പടയാളികളും
തളർന്ന് കിടന്നുറങ്ങുന്നത് കയ്യിലേന്തിയ പന്തത്തിൻ്റെ വെളിച്ചത്തിൽ അശ്വത്ഥാമാവ് കണ്ടു. ക്രോധത്തോടുകൂടി അവരെയെല്ലാം അശ്വത്ഥാമാവ് വെട്ടിക്കൊന്നു. അതിനുശേഷം പടകുടീരത്തിന് തീയും വെച്ചു. അടുത്ത പ്രഭാതത്തിലാണ് ഈ വിവരം പാണ്ഡവർ അറിഞ്ഞത്. പാഞ്ചാലി ബോധം കെട്ട് നിലത്തു വീണു. ബോധം വന്നപ്പോൾ അലമുറയിട്ടു. അശ്വത്ഥാമാവിൻ്റെ തല പാഞ്ചാലിയുടെ കാൽക്കൽ കൊണ്ടുവന്നു വെക്കുമെന്ന് അർജുനൻ ശപഥം ചെയ്യുന്നു. അങ്ങനെ അശ്വത്ഥാമാവിനെ വധിക്കുന്നതിനായി അർജുനൻ ശ്രീകൃഷ്ണന്റെ രഥത്തിൽ കയറി പോയി. താൻ ചെയ്ത അറുകൊലയ്ക്ക് പകരം ചോദിക്കുവാനായി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രഥത്തിൽ കയറി വായുവേഗത്തിൽ തൻ്റെ അടുക്കലേക്ക് പാഞ്ഞു വരുന്ന ഗാന്ധീവധാരിയായ അർജുനനെ കണ്ടപ്പോൾ അശ്വത്ഥാമാവ് ഭയന്ന് അദ്ദേഹം കുതിരപ്പുറത്തു കയറി പാഞ്ഞു. കൃഷ്ണന്റെ രഥം തൊട്ടടുത്തെത്താറായി. രക്ഷയില്ല എന്ന് മനസ്സിലാക്കി അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത് കണ്ടപ്പോൾ കൃഷ്ണന്റെ ഉപദേശമനുസരിച്ചിട്ട് അർജുനനും ബ്രഹ്മാസ്ത്രം അയച്ചു. അങ്ങനെ രണ്ട് ബ്രഹ്മാസ്ത്രങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുന്നു. രണ്ട് ബ്രഹ്മാസ്ത്രങ്ങളും കൂട്ടിമുട്ടിയപ്പോൾ ത്രിലോകങ്ങളെയും ദഹിപ്പിക്കുന്ന ചൂടും തേജസ്സും ഉണ്ടാകുന്നു. പ്രളയാഗ്നിയാണോ വരുന്നത് എന്ന് ലോകങ്ങൾ ഭയക്കുന്നു. ബ്രഹ്മദേവൻ ഉൾപ്പെടെയുള്ള സകല ദേവതകളും ആകാശത്തിൽ വന്ന് നിന്നുകൊണ്ട് ലോകത്തെ രക്ഷിക്കണം, ബ്രഹ്മാസ്ത്രം ഉപസംഹരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എല്ലാവരുടെയും ആവശ്യം പരിഗണിച്ചുകൊണ്ട് അർജുനൻ താൻ അയച്ച ബ്രഹ്മാസ്ത്രം ഉപസംഹരിക്കുന്നു. പക്ഷേ അശ്വത്ഥാമാവ് തൻ്റെ ബ്രഹ്മാസ്ത്രം ഉപസംഹരിച്ചില്ല. അർജുനൻ അശ്വത്ഥാമാവിനെ കെട്ടിവരിഞ്ഞ് പാഞ്ചാലിയുടെ മുമ്പിൽ കൊണ്ടുപോയി ഇട്ടു. മുടിയിൽ പിടിച്ചുപൊക്കി അശ്വത്ഥാമാവിനെ വധിക്കുവാനൊരുങ്ങിയ അർജുനനെ പാഞ്ചാലി തടഞ്ഞു. അർജുനൻ ഭഗവാന്റെ മനസ്സിലുള്ള ആഗ്രഹം മനസ്സിലാക്കി അശ്വത്ഥാമാവിൻ്റെ തലയിൽ ചൂടിയിരുന്ന ചൂടാമണി എന്ന അപൂർവ രത്നം മുടിയോടുകൂടി ചൂഴ്ന്നെടുത്ത് പാഞ്ചാലിക്ക് നൽകുന്നു. കെട്ടഴിച്ച വിട്ട ഉടനെ തന്നെ തലയും കുമ്പിട്ട് രക്തവും ഒലിപ്പിച്ചുകൊണ്ട് അശ്വത്ഥാമാവ് കാണാമറയത്ത് മറഞ്ഞ് പോവുകയും ചെയ്തു. അതിനുശേഷം ബന്ധുജനങ്ങളുടെ എല്ലാം ശേഷക്രിയ പാണ്ഡവരെ കൊണ്ട് യഥാവിധി ചെയ്യിപ്പിച്ച ശേഷം ശ്രീകൃഷ്ണൻ എല്ലാവരെയും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ദ്വാരകയിലേക്ക് പോകുവാൻ ഒരുങ്ങി. അപ്പോൾ അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തര നിലവിളിച്ചുകൊണ്ട് തൻ്റെ നേരെ ഓടി വരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാണുന്നു. ഒരു അസ്ത്രം ജ്വലിച്ചുകൊണ്ട് ഉത്തരയുടെ പുറകെ വരുന്നുണ്ടായിരുന്നു. കൂടാതെ ജ്വലിക്കുന്ന 5 ബാണങ്ങളും. ആ 5 ബാണങ്ങൾ പാണ്ഡവരുടെ നേരെയാണ് വന്നിരുന്നത്. പ്രതികാരദാഹിയായ അശ്വത്ഥാമാവ് പാണ്ഡവരുടെ ഉന്മൂലനാശത്തിനായി അയച്ച ബ്രഹ്മാസ്ത്രങ്ങളാണ് അവയെന്ന് ഭഗവാന് മനസ്സിലാകുന്നു. അദ്ദേഹം അവയുടെ നേരെ സുദർശന ചക്രം പ്രയോഗിച്ചു. സുദർശനത്താൽ തന്നെ ഉത്തരയുടെ ഗർഭവും മറച്ചു. ബ്രഹ്മാസ്ത്രത്തിൻ്റെ തേജസ് സുദർശനത്തിൻ്റെ തേജസ്സിൽ അമർന്നു. ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ് അഭിമന്യുവിൻ്റെയും ഉത്തരയുടെയും പുത്രന് വിഷ്ണുരാധൻ എന്ന പേര് ലഭിച്ചത്. ഇങ്ങനെ കഥ പറഞ്ഞപ്പോൾ ശൗനകൻ വീണ്ടും ചോദിക്കുകയാണ്, പിന്നെ പരീക്ഷിത്ത് എന്ന പേര് എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉഗ്രസ്രവസ് എന്ന സൂതൻ പറയുകയാണ്, ഭഗവാന് അശ്വത്ഥാമാവിൻ്റെ സ്വഭാവം നന്നായി അറിയാമായിരുന്നു. പാണ്ഡവ സന്തതികളെയെല്ലാം പടകുടീരത്തിൽ ചതിച്ചു കൊന്നതിൻ്റെ ഉദ്ദേശം പാണ്ഡവരുടെ ഉന്മൂലനാശമായിരുന്നു. ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെ വധിക്കുവാൻ ഇനിയും ശ്രമിക്കുമെന്ന് മഹാവിഷ്ണുവിന് അറിയാമായിരുന്നു. മഹാവിഷ്ണു ഉത്തരയുടെ ഗർഭത്തിൽ കടക്കുകയും ഗർഭത്തിനു ചുറ്റും അത് കാത്തുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുമായിരുന്നു. കനക കിരീടവും
കുണ്ടലങ്ങളും മഞ്ഞപ്പട്ടും ധരിച്ച് 4 കൈകളിൽ ഒന്നിൽ തീ പോലെ പ്രകാശിക്കുന്ന ഗദയുമേന്തി പെരുവിരൽ വലുപ്പത്തിൽ ശ്യാമസുന്ദരനായ ഒരു പുരുഷൻ തൻ്റെ ചുറ്റും സദാ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഗർഭസ്ഥ ശിശു ശ്രദ്ധിച്ചിരുന്നു. ജനിച്ചതിനു ശേഷം ആരെ കണ്ടാലും താൻ ഗർഭത്തിൽ വെച്ചു കണ്ട പുരുഷനാണോ എന്ന് പരീക്ഷിക്കുന്ന ഒരു സ്വഭാവം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അതിനാൽ പരീക്ഷിത്ത് എന്ന പേര് ലഭിച്ചു. വിഷ്ണുരാധൻ ജനിക്കുമ്പോൾ പാണ്ഡവർക്ക് മറ്റു പിൻഗാമികൾ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പരീക്ഷണ ഘട്ടത്തിൽ ജനിച്ചതുകൊണ്ട് പരീക്ഷിത്ത് എന്ന പേരുണ്ടായി എന്നും പറയപ്പെടുന്നു. ഈ 2 രീതിയിലും പറയപ്പെടുന്നു. അതായത് ഒരു പരീക്ഷണത്തിലൂടെ ജനിച്ചു. എന്തായാലും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്താലാണ് ജനിച്ചത്. ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ ഗർഭത്തിൽ പതിച്ചു. അങ്ങനെ ആ ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ ഗർഭത്തിൽ പതിച്ചിട്ട് ആ കുട്ടിക്ക് നാശം സംഭവിക്കാതെ ആ കുട്ടിയെ കാത്തു സംരക്ഷിച്ചിരുന്നത് സാക്ഷാൽ വൈകുണ്ഠപതിയായ മഹാവിഷ്ണുവാണ്, ശ്രീകൃഷ്ണ ഭഗവാനാണ്. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താലാണ്, ഭഗവാന്റെ ആശീർവാദത്താലാണ് പരീക്ഷിത്ത് അല്ലെങ്കിൽ വിഷ്ണുരാധൻ എന്ന അഭിമന്യുവിൻ്റെ പുത്രൻ ജനിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിഷ്ണുരാധൻ എന്ന പേരും പരീക്ഷിത്ത് എന്ന പേരും ലഭിച്ചത്. ഇനി ആരാണ് അശ്വത്ഥാമാവ്? ദ്രോണാചാര്യർ ശരദ്വാന്റെ പുത്രിയായ കൃപിയെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ ദ്രോണാചാര്യർക്കും കൃപിക്കും ഉണ്ടായ പുത്രനാണ് അശ്വത്ഥാമാവ്. ആ അശ്വത്ഥാമാവാണ് പാണ്ഡവരുടെ മക്കളെയെല്ലാം വധിച്ചത്. അശ്വത്ഥാമാവിൻ്റെ തലയിൽ ഒരു ചൂടാമണി ഉണ്ടായിരുന്നു. ആ ചൂടാമണി അർജുനൻ പറിച്ചെടുത്തു. അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോഴും ശരീരമൊക്കെ ഇങ്ങനെ പൊട്ടി ഒലിച്ച് രക്തം വാർന്ന് ഒരു വികൃത രൂപിയായി ഇപ്പോഴും അലഞ്ഞു നടക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ വ്യാസനേക്കാൾ കേമനാണ് ശുകൻ എന്ന് പറയുന്നു. കാരണം വ്യാസന് പോലും ഒരല്പം ചാഞ്ചല്യമുണ്ടായി മനസ്സിന്. പക്ഷേ വ്യാസനേക്കാൾ കേമനായിരുന്നു ശുകന്. അതുകൊണ്ടാണ് ശുകൻ ആ അപ്സരസുകളുടെ മുമ്പിൽ കൂടി പോയപ്പോൾ അപ്സരസുകൾക്ക് ശുകനെ ശ്രദ്ധിക്കുവാൻ തോന്നാഞ്ഞത്. എന്നാൽ വൃദ്ധനായ വ്യാസനെ കണ്ടപ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടായി. വ്യാസനത് മനസ്സിലാവുകയും ചെയ്തു. നമ്മൾ കുംഭമേള സമയത്തും അതുപോലെ കാശി പോലെയുള്ള പുണ്യ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ യാതൊരു വസ്ത്രവുമില്ലാത്ത സന്യാസിമാരെ കാണാറുണ്ട്. അവരെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തോന്നൽ ഉണ്ടാകാറുണ്ടോ? എന്നാൽ അവർ നിൽക്കുന്നത് പോലെ നമ്മുടെ റോഡിൽ ഒരാൾ നിന്നാൽ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോകും. എന്നാൽ നമ്മൾ കുംഭമേളയ്ക്ക് പോകുന്ന സമയത്ത്, കാശിയിൽ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള സന്യാസിമാരെ ധാരാളമായി കാണാറുണ്ട്. ആ സന്യാസിമാരെ കണ്ട ഉടൻ തന്നെ നമ്മൾ അവരെ ആട്ടി ഓടിക്കാനോ അല്ലെങ്കിൽ നാണം കൊണ്ട് നമ്മുടെ തല കുനിയുകയോ ഒന്നും ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? അവരാരാണ് എന്നുള്ള പൂർണ്ണമായ ഒരു ബോധം നമുക്കുണ്ട്. നമുക്കൊരു ഭയവും അവരെ കാണുമ്പോൾ ഉണ്ടാകാറില്ല. അവർക്കും നമ്മളെ കാണുമ്പോൾ പ്രത്യേകിച്ച് യാതൊരു വികാരവും ഉണ്ടാകാറില്ല. എന്നാൽ നമ്മുടെ റോഡിൽ വെച്ച് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതേ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ ഒരാൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? അവരുടെ മനോഭാവം എന്തായിരിക്കും? അതാണ് വ്യത്യാസം. ഇതെല്ലാം ഭാഗവതത്തിലുണ്ട്. അതായത് മനുഷ്യൻ്റെ സ്വഭാവം, മനുഷ്യൻ്റെ ചിന്തകൾ, മഹാതപസ്സിയാണെങ്കിലും
അവരുടെ മനസ്സ് ചില സമയങ്ങളിൽ ഇളകും. എന്നാൽ അതിനെ നിയന്ത്രിച്ചു നിർത്തുന്ന ആളുകൾക്ക് ഇളകില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിന് ഇളക്കം സംഭവിക്കുകയില്ല. അങ്ങനെ മനസ്സിനെ ഇളക്കം സംഭവിക്കാതെ നിർത്താനും അറിയാം. എന്നാൽ ചില സന്യാസിമാർക്ക് ചിലപ്പോൾ മനസ്സിന് ഇളക്കവും ഉണ്ടാകാം. ഇതെല്ലാം മനസ്സിനെ നിയന്ത്രിക്കുന്നതിലുള്ള കരുത്തുകുറവാണ്. അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരാളുടെ മുമ്പിൽ വിവസ്ത്രകളായി നിൽക്കുന്നതിനു പോലും ആർക്കും ഭയമില്ല. അവൻ സുന്ദരനാണെങ്കിലും ചെറുപ്പക്കാരനാണെങ്കിലും. എന്നാൽ വൃദ്ധനായ വ്യാസനെ കണ്ടപ്പോൾ അപ്സരസുകൾക്ക് നാണം മറയ്ക്കണം എന്ന തോന്നൽ ഉണ്ടായി. അതെന്തുകൊണ്ടാണ്? ഒരിക്കൽ ഒരു അപ്സരസിനെ കണ്ടപ്പോൾ വ്യാസന് കാമമുണ്ടായി. അതിൻ്റെ ഫലമാണ് ശുഗൻ. അത് ഈ അപ്സരസുകൾക്കും അറിയാം. എന്നാൽ അതുപോലൊരു കാര്യം ശുഗന് ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ടാണ് അപ്സരസുകൾ അതേ രീതിയിൽ പ്രവർത്തിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.